Warm welcome to our very special guest today, Mr. Freddie Hunt, who is one of the foremost names among the racing world today, who is also taking his father's great legacy forward. We are very proud to have you with us today, Freddie. Thank you for making this happen. കേരള ടൂറിസത്തിൻ്റെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാർ ആൻഡ് കൺട്രി ക്വസ്റ്റ്. ഇതുമായി ചേർന്ന് നടത്തിയ ഈവൻറ്റ് എല്ലാ നിലയിലും കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളെ ലോകത്തിന് പരിചിതപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ലോകത്തെ ആകർഷകമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ റോഡ് റേസിങ്ങിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ പ്രീമിയം TV ഷോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ ടൂറിസം വകുപ്പിനും ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ടെന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കാർ ആൻഡ് കൺട്രി ക്വസ്റ്റ് യൂറോപ്പിന് പുറത്ത് ആദ്യമായാണ് ഒരു ഡെസ്റ്റിനേഷൻ ഈ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. അത് കേരളമാണ് എന്നുള്ളതിൽ നമുക്കൊക്കെ തന്നെ ഏറെ സന്തോഷിക്കാവുന്നതാണ്. അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്ന അസൂയാവഹമായ വളർച്ചയെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ദീപക് നരേന്ദ്രൻ, ആഷിഖ് താഹിർ, പിന്നെ പ്രിയപ്പെട്ട ഫ്രെഡി ഹണ്ടും അണിനിരന്ന ഈ ഷോ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിനെ ഒരു പുതിയ അനുഭവമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഈ ഷോയിൽ ഇവർ ഉടനീളം ഉപയോഗിച്ചത് എന്ന് ലോകത്ത് റേസിംഗ് രംഗത്ത് ലഭ്യമായ ഏറ്റവും ഹൈ എൻഡ് കാറുകളായ ഫെറാറി, ലംബോർഗിനി, പോർഷെ എന്നിവയാണ്. കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ ഇത്തരം ആഡംബര കാറുകൾക്ക് പോലും സുഗമമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന തരത്തിൽ വികസിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതും പൊതുമരാമത്ത് വകുപ്പ് ചുമതലയുള്ള ഒരു വ്യക്തി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വേദിയിലുൾപ്പെടെ സദസ്സിലുൾപ്പെടെ ഒരുപാട് ബഹുമാനരായ വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കൊക്കെ ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. കേരളത്തെ ആകെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. കേരളത്തിൻ്റെ വൈവിധ്യമേറിയ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കലാരൂപങ്ങളും രുചിഭേദങ്ങളും എല്ലാം കാർ ആൻഡ് കൺട്രിയുടെ ഈ എപ്പിസോഡുകൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. ഈ എപ്പിസോഡുകളുടെ ലോകത്തെമ്പാടുമുള്ള പ്രദർശനം ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കേരളത്തിൻ്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പോസ്റ്റ് കോവിഡിന് ശേഷം ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡിലാണ്. ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. 2023 റെക്കോർഡ് 24 ഭേദിച്ചു. 2025 ഇനി ആ നിലയിൽ തന്നെയാണ് ഈ 4 മാസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാ നിലയിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫലപ്രദമായി നടപ്പിലാക്കാനായി എന്നുള്ളതാണ് ഈ കുതിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിലും പോസ്റ്റ് കോവിഡിന് ശേഷം ഇപ്പോൾ നല്ല നിലയിൽ വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. നോൺ കൺവെൻഷണൽ മാർക്കറ്റുകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു പുതിയ ലുക്കീസ് പദ്ധതി ആവിഷ്കരിച്ചത്. മലേഷ്യ എയർലൈൻസുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഫാം ട്രിപ്പിൽ മുമ്പ് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത 10ഓളം രാജ്യങ്ങളിൽ നിന്നും ടൂർ ഓപ്പറേറ്റർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായി 80ഓളം പേർ തിരുവനന്തപുരത്തെത്തിയിരുന്നു. വലിയ നിലയിൽ അവർ അതിനെ എടുത്തു. ആ രാജ്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താൻ അതേറെ സഹായകരമായി മാറിയിട്ടുണ്ട്. കാർ ആൻഡ് കൺട്രി ക്വസ്റ്റുമായി ചേർന്ന് നടത്തുന്ന ഈ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഈ TV റേസിംഗ് ഷോയിൽ സഞ്ചാരികളെ കേരളത്തിൻ്റെ സമ്പന്നമായ പ്രകൃതി സൗന്ദര്യം, അതിഥേയ മര്യാദ ഇവയൊക്കെ ആസ്വദിക്കുവാൻ കേരളത്തിലേക്ക് വരാൻ, കേരളത്തിലേക്ക്
ആകർഷിക്കാൻ ഒക്കെ തന്നെ ഏറെ സാധ്യത വർദ്ധിക്കുകയാണ്. ഈ സംരംഭം വിജയമാക്കി തീർക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള ടൂറിസത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.